ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് പമ്പ ഗണപതി ക്ഷേത്രമാണ്. ആ പുറകിൽ കാണുന്നത് പമ്പാ നദിയാണ്. ശബരിമല സീസൺ കൂടാതെ വിഷുവിളക്ക് കൂടാതെ എല്ലാ മലയാള മാസം 1-ാം തീയതി എന്നീ അവസരങ്ങളിലാണ് ഇവിടെ ആളുകൾ കൂടുതലായി വരുന്നത്. കൂടാതെ ശബരിമല വാർഷിക ഉത്സവവുമായി ബന്ധപ്പെട്ട മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ 10 ദിവസവും നട തുറക്കും. പമ്പ നദിയാണ് ഈ കാണുന്നത്. പുണ്യനദി എന്നാണ് അറിയപ്പെടുന്നത്. ശബരിമലയുടെ ബേസ് ക്യാമ്പ്, അതായത് ശബരിമല കയറ്റം തുടങ്ങുന്നത് ഈ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ വെച്ചാണ്. നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളയുമെന്നാണ് പറയുന്നത്. പമ്പാ സ്നാനം ചെയ്തതിന് ശേഷമാണ് അയ്യപ്പന്മാർ മല കയറുന്നത്. പുലിപ്പുറത്തേറിയ അയ്യപ്പനാണത്. ഒരു തവണ ഞാൻ മല കയറിയിട്ടുണ്ട്. ഇനിയും പോകണമെന്ന് ആഗ്രഹമുണ്ട്. പമ്പാ നദിയാണിത്. വെള്ളം കുറവാണ്. കേരളത്തിലെ 3-ാമത്തെ ഏറ്റവും വലിയ നദിയാണ് പമ്പാ നദി. പെരിയാർ, ഭാരതപ്പുഴ, പിന്നെ പമ്പയാണ് നീളത്തിൻ്റെ കാര്യത്തിൽ. കാക്കി റിവർ വരുന്നതാണ്. അത് ഈ പമ്പാ നദിയോട് ചേർന്ന് പിന്നെ അങ്ങോട്ട് ഒഴുകി പോവുകയാണ്. പുണ്യം പൂങ്കാവനം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പമ്പാ നദിയുടെ സംരക്ഷണത്തിന് ഹൈക്കോടതി കുറേ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതായത് ഭക്ഷണ പദാർത്ഥങ്ങൾ, സോപ്പ്, കൂടാതെ അയ്യപ്പന്മാരുടെ തുണികളല്ലേ, നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. കുറേ തുണികളൊക്കെ അവിടെയൊക്കെ അവർ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇവിടെ നിക്ഷേപിക്കുന്നതാണ് നിയമം മൂലം നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും അത് പൂർണ്ണമായി നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ ശബരിമല പമ്പാ നദിയുടെ കാര്യത്തിൽ. കാരണം ഇപ്പോൾ കേരളത്തിൽ പുറത്തുനിന്ന് വരുന്ന അയ്യപ്പന്മാർ അവർ ഭയങ്കര പുണ്യമായി കരുതുന്നു അവരുടെ ഡ്രസ്സുകൾ ഇവിടെ ഉപേക്ഷിക്കുന്നത്.